ഈ വർഷം മാവ് പൂത്തപ്പോൾ ഞാൻ വിചാരിച്ചേ ഇതിൽ ഒരുപാട് മാങ്ങ പിടിക്കുന്നു കേട്ടോ. അതുപോലെയാണ് പൂത്തത്, കാവടി പോലെ നിറഞ്ഞു നിന്നിരുന്നു കേട്ടോ. പക്ഷേ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ണിമാങ്ങയുടെ വലിപ്പം പോലും വെച്ചില്ല. അതിനു മുമ്പ് പൂവായിട്ട് തന്നെ കരിഞ്ഞു പോയിട്ടോ. എന്നിട്ട് പക്ഷേ അതിൽ ചിലതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കണ്ണിമാങ്ങ പോലെ, പക്ഷേ അതും കൊഴിഞ്ഞു പോയി. മാങ്ങയുടെ ഒരു സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയിട്ട് കറുപ്പ് കളറായിട്ട് ഇങ്ങനെ വീഴാണ് ചെയ്തത് കേട്ടോ. നമുക്കൊന്നും കിട്ടിയില്ല പറിച്ചെടുക്കാനായിട്ട്. മുകളിൽ നിന്ന് സുഖമായിട്ട് പറിച്ചെടുക്കാൻ പറ്റും ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട്, പക്ഷേ ഈ പ്രാവശ്യം പറിക്കാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല. അപ്പോൾ നിലത്ത് വീണതേ മാങ്ങ പറിച്ച് ഞാൻ ഉപ്പിലിട്ട് വെച്ചതാണ്. നമുക്ക് അച്ചാറിടാം. സാധാരണ നമ്മൾ കണ്ണിമാങ്ങ അച്ചാറിടുന്ന പോലെ അല്ല കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അതേപോലത്തെ ട്രഡീഷണൽ ആയിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും നല്ല ബ്രൗൺ കളർ ആവണം. ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഉലുവയും അതുപോലെ കടുകും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഉലുവ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് രണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളറ് ആയിട്ട് വേണം നമുക്ക് അതിലേക്ക് ഈ പൊടിച്ച് വെച്ച ഉലുവയും കടുകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബ്രൗൺ കളറായി. ഇനി ഉലുവയും കടുകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണിമാങ്ങ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ അത് വെച്ചിരുന്നത്. ആ കണ്ണിമാങ്ങയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ കുപ്പിയിൽ മുകളിൽ വരെ എത്തിയത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിപ്പൊടി അതുപോലെ സാധാരണ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമ്മുടെ കണ്ണിമാങ്ങ ഉപ്പിലിട്ട കണ്ണിമാങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാർ. ഈ കണ്ണിമാങ്ങ ഈ പാത്രത്തിൽ കൊണ്ടില്ല കേട്ടോ, ഫുള്ളും ഒഴിച്ചപ്പോഴേക്കും ഇത് നിറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം തന്നെ പാത്രമൊക്കെ മാറ്റിയിട്ടോ. അപ്പോൾ ഫുള്ള് ഇതിലേക്ക് കൊള്ളുന്നില്ല. ഇനി വേറെ പാത്രത്തിലേക്ക് നമ്മളത് പകർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.